ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് മനുഷ്യൻ. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യൻ നമ്മൾ നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ് എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട്. ഇപ്പൊ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം അതിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. വേനൽ കടുത്ത് വരികയാണ്. അതിന് മുൻപ് തന്നെ വെള്ളത്തിന്റെ ലഭ്യതകളൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്രം അതിന് ആഗോള താപനമെന്നോ അതുപോലുള്ളതൊക്കെ തന്നെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഈ വെള്ളം എന്ന് പറയുന്ന ഈ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ എത്രമാത്രം ആലോചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഖുർആൻ നമ്മളോട്, അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നാ. ഈ ആയത്ത് നമ്മൾ എത്രയോ തവണ ഓതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വെള്ളം തണുത്തതും അല്ലാത്തതും അത് പല രീതിയിലാക്കിക്കൊണ്ടും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളത്തെ കുറിച്ചാണ് അള്ളാഹു ചോദിച്ചത്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അതല്ല നാമാണോ അത് മയമേഘങ്ങളിൽ നിന്ന് ഇറക്കി തന്നിരിക്കുന്നത്? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം വിചാരിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ നാം ഉപ്പുരസമുള്ളതാക്കി, ചവർപ്പുള്ളതാക്കി മാറ്റുമായിരുന്നു. വെള്ളത്തിന്റെ രുചി എന്താ? വെള്ളത്തിന്റെ രുചിയില്ല. നമ്മള് അതിൽ പലതും ചേർക്കുമ്പോഴാണ് അതിന് രുചി ഉണ്ടാകുന്നത്. വെള്ളത്തിന്റെ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് യഥാർത്ഥത്തില് വെള്ളം എന്ന് പറയും? നമ്മൾ കുടിക്കാനും കുളിക്കാനും അലക്കാനും മറ്റു സൗകര്യങ്ങൾക്കും ശുദ്ധീകരണത്തിനും അങ്ങനെ എല്ലാത്തിനും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം, ഇത് അള്ളാഹുവിന്റെ ഒരു അത്ഭുത പ്രതിഭാസവും അനുഗ്രഹവുമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തെ കുറിച്ച് അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് വറ്റിപ്പോയാൽ കൊണ്ടുവന്നു തരാൻ ഒരാൾക്കും സാധ്യമല്ല. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ചാൽ വെള്ളം കിട്ടൂല. അത് അതിന്റെ രാസവാക്യം മാത്രാണ്. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് കിട്ടാതായി പോയാൽ എന്തായാലും, ഇപ്പൊ നമുക്കറിയാം പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഇവിടെ അതിന്റെ പ്രതിഫലനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഗ്യാസ് കിട്ടുന്നില്ല. കിട്ടാതെയായപ്പോത്തിന് നമ്മൾ അതിന് പകരം പലതും ആലോചിക്കാൻ തുടങ്ങി. എന്നാലും തീരൂല. പകരം ആലോചിച്ചാലും ആ പകരമുള്ളതൊക്കെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാനും പറ്റൂല. ഗ്യാസ് കിട്ടുന്നില്ല. അപ്പൊ അതിനെന്ത് പകരം? വെള്ളം കിട്ടാതായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? അത് നഷ്ടപ്പെട്ടു പോയാൽ. അതുകൊണ്ട് തന്നെ വെള്ളത്തെ കുറിച്ച് ആലോചിക്കുകയും വെള്ളത്തിന്റെ അനുഗ്രഹത്തിന് അള്ളാഹുവിന് നന്ദി കാണിക്കുകയും അതിന്റെ ഉപയോഗത്തെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതൊരു ശാസ്ത്രമാണ്. ആ ഒരു രീതിയിൽ നമ്മള് വിശുദ്ധ ഖുർആനോട് ചോദിക്കുന്നുണ്ട്, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ എന്ന് സൂറത്ത് വാഖിയയിൽ അല്ലാഹ് പറയാണ്.
വെള്ളം നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടോ? വെള്ളം എന്ന് പറയുന്നത് അത് വലിയ പ്രതിഭാസം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാലേ വെള്ളം തിളക്കുള്ളൂ. അത് അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത് മനുഷ്യന്റെയും ജീവികളുടെയും ഒക്കെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയാ. ഒരു 40 ഡിഗ്രി 35 ഡിഗ്രിയിലൊക്കെ വെള്ളം തിളക്കുമായിരുന്നെങ്കിൽ നമ്മുടെയും മനുഷ്യന്റെയും മറ്റു ജീവികളുടെയും ഒക്കെ തന്നെ ജീവിതം ദുസ്സഹമായി നമ്മളൊക്കെ മരിച്ചു. കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ രക്തത്തെക്കാൾ കൂടുതലുള്ള വെള്ളാണ്. ഈ രക്തചംക്രമണം നടക്കുന്നത് വെള്ളം ഉണ്ടായതുകൊണ്ടാണ്. ഈ രക്തം നമ്മുടേത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഉടനെ വറ്റുന്നു. അത് ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവായി മാറുന്നു. രക്തം കയ്യിലായി കഴിഞ്ഞാൽ ഒട്ടുമല്ലോ. വെള്ളമാണ് ശരീരത്തിലൂടെ നമ്മുടെ രക്തത്തെ തള്ളിക്കൊണ്ട് നടക്കുന്നത്. ഈ വെള്ളം 100 ഡിഗ്രിയിൽ താഴെ തിളക്കുകയാണെങ്കിൽ 35-45 ഡിഗ്രി ചൂട് വരുന്നുണ്ട്. ഇവിടെ 56 ഡിഗ്രി ചൂടുണ്ടായിരുന്നു കഴിഞ്ഞ ടേമിൽ ഞാൻ ഉംറക്ക് പോയപ്പം സൗദി അറേബ്യയിൽ. ആ സമയത്ത് വെള്ളം തിളക്കാൻ നമ്മുടെ ശരീരം തിളച്ചു മറിയും. അതുകൊണ്ട് തന്നെ അള്ളാഹു തീരുമാനിച്ചു 100 ഡിഗ്രി ചൂടാക്കിയാലേ വെള്ളം തിളക്കാൻ പാടുള്ളൂ. ഇന്ധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെള്ളം തിളപ്പിക്കാനാണ്. ഗ്യാസ് കിട്ടാതെ ഇപ്പൊ ഹോട്ടലുകളിൽ ചുടുവെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇത് അള്ളാഹു നമ്മൾക്ക് അങ്ങനെ സംവിധാനിച്ചെന്നതാ. 100 ഡിഗ്രി ചൂടാക്കിയാലേ വെള്ളം തിളക്കാൻ പാടുള്ളൂ. മനുഷ്യന്റെയും ജീവികളുടെയും ഒക്കെ തന്നെ ജീവിതത്തിന് അനുഗുണമാക്കി തീർത്തതാ. ഇനിയോ 0 ഡിഗ്രി താഴെ പോയാലേ ഈ വെള്ളം ഖരവസ്തു ആകുള്ളൂ, ഐസാകുള്ളൂ. അത് അതിനേക്കാൾ താഴെ ചൂട് തണുപ്പ്, അതിനേക്കാൾ കുറച്ച് മുകളിൽ തണുപ്പ് വന്നാൽ ഐസാകൂല. അപ്പോഴും അങ്ങനെ ഐസായാൽ ആ തണുപ്പ് നമുക്ക് കൂടെ അനുഭവപ്പെടാറുണ്ട്. ചെറിയ തണുപ്പിന് വെള്ളം ഐസായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം നടക്കൂല. ആ ശരീരത്തില് പിന്നെ അത് കട്ട ആയിക്കൊണ്ട് ഇവിടെ നിന്നാൽ രക്തചംക്രമണം തടയപ്പെടും. നമ്മള് ബ്ലോക്ക് ഉണ്ടാകുക എന്നൊക്കെ പറയാറുണ്ട് മനുഷ്യന്മാർക്ക്. ഹൃദയാഘാതം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന അത് തടസ്സം വരിക. തടസ്സം വന്നാലോ മനുഷ്യൻ മരിച്ചു പോകും, ജന്തുക്കൾ എത്തുപോകും. അപ്പൊ അള്ളാഹു തീരുമാനിച്ചത് ഏറ്റവും ലോ ആയിട്ട് 0 താഴെ വന്നാലേ ഐസാക്കാൻ പാടുള്ളൂ. അത് അള്ളാഹു മനുഷ്യൻ നൽകിയ അനുഗ്രഹ. വെള്ളത്തെ കുറിച്ചാ പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചോക്കണ്ടി, ഏതൊരു ഖരവസ്തു, ഏതൊരു ലായനിയും ഖരവസ്തു ആക്കി മാറ്റി അതേ ലായനിയിൽ തന്നെ ആ വസ്തു ഇട്ടാൽ അത് താഴ്ന്നു പോകും. വെള്ളം ഖരവസ്തു ആക്കുന്നത് ഐസ്. ഐസ് താഴെ ഇട്ടാൽ, വെള്ളത്തിലിട്ടാൽ വെള്ളത്തിൽ താഴോട്ടല്ല പോവാൻ, മുകളിലേക്ക് വരും. ഇടുന്ന മർദ്ദത്തിൽ താഴോട്ട് പോയെങ്കിലും മുകളിലാക്കുക. എന്താ കാരണം? സമതല പ്രദേശങ്ങളില് ഭൂമിയില് 3/4 ഭാഗവും വെള്ളാണ്. അതും തണുത്തുറഞ്ഞു കിടക്കുന്ന വെള്ളാണ്. ഈ തണുത്തുറഞ്ഞു കിടക്കുന്ന വെള്ളത്തിന്റെ അടിയിൽ അത് ആ വെള്ളത്തിൽ ജലജീവികളും ജലസസ്യങ്ങളും ഉണ്ട്. അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥ അവിടെ അള്ളാഹു സംവിധാനിച്ചു. ഈ ജീവികൾ അതിന്റെ താഴെ നിന്ന് ഐസായിട്ട് അതിങ്ങനെ ഖരവസ്തുവായി മേലെ വരെ നിന്നാൽ ഈ ജലജീവികൾക്കോ ജലസസ്യങ്ങൾക്കോ അതിൽ വളരാനോ ജീവിക്കാനോ സാധ്യല്ല. അവ താഴെ നിന്ന് ഐസായി കഴിഞ്ഞാൽ ആ ഐസ് പാളികൾ വെള്ളത്തിന് മുകളിലേക്ക് വരണം. പടച്ചോൻ തീരുമാനിച്ചു. ഇത് വെള്ളത്തെ കുറിച്ച്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് അള്ളാഹ് ചോദിച്ചത് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം നമ്മളെ വെള്ളത്തെ കുറിച്ച്. നമ്മൾ കുടിക്കുന്ന വെള്ളം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ചൂടാണല്ലോ, നല്ല ചൂടാണ്, നിങ്ങൾ എത്ര തണുത്ത വെള്ളം കുടിച്ചു എന്ന് നിങ്ങൾ പടച്ചവനോട് പറയേണ്ടി വരും. എന്താണ്? നന്ദി കാണിക്കുന്ന പറഞ്ഞതിനകത്ത്. അപ്പം കുടിക്കാൻ നമ്മൾ നല്ല ആസ്വദിച്ചൊക്കെ കുടിക്കുന്നുണ്ട്. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അപ്പൊ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തില് അള്ളാഹു ഈ മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും പറഞ്ഞു. കുറെ അനുഗ്രഹങ്ങൾ എണ്ണിക്കുറിപ്പോ അള്ളാഹ് പറഞ്ഞെന്താ? ആകാശത്ത് നിന്ന് നാം കുത്തിച്ചൊരിയുന്ന വെള്ളത്തെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, മഴമേഘങ്ങളിൽ നിന്ന്. വജന്നാത്തിൻ അൽഫാഫ, അത് മുഖേന നിങ്ങൾക്ക് തോട്ടങ്ങളും ഇടതൂർന്ന തോട്ടങ്ങളും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായ ഭൂമിയാക്കി അതിനെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ അനുഗ്രഹീതമായ വെള്ളം എന്ന് പറഞ്ഞ വെള്ളം ഏതാ? ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴയെ കുറിച്ചാ പറഞ്ഞത്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, വേറൊരു വെള്ളത്തെ കുറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളം നിങ്ങൾക്ക് നാം ആകാശത്ത് നിന്ന് ആക്കി തന്നിരിക്കുന്നു. മഴവെള്ളത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മഴ ആദ്യ പുതുമഴ കൊള്ളണമെന്നും
ആ മഴ പെയ്യുമ്പോൾ നിങ്ങൾ അതിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇത് വെള്ളമെന്ന് പറയുന്നത് ആ വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവികളെയും എല്ലാ ജന്തുക്കളെയും അവയെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്ത് അംബിയാഇന്റെ 30-ാമത്തെ ആയത്താണ്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള് കാനതാ റത്ഖൻ ഫഫതഹ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അവലം യറല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ കാണുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അവർ അതിനെ കുറിച്ച് അറിയുന്നില്ലേ? അന്ന സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും എല്ലാം തന്നെ കാനതാ റത്ഖൻ, അവ ഒട്ടിച്ചേർന്ന് കിടക്കുന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, അത് നാം പിളർത്തി അതിനെ വേറെയാക്കി. അതിനാണ് ബിഗ് ബാം തിയറി എന്ന് പറയുന്നത്. ബിഗ് ബാം തിയറി നമ്മളെ സാധാരണ ശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്, ബിഗ് ബാമിന്റെ. അപ്പൊ അത് പിന്നെ ഫഫതഖ്നാഹുമാ, അവ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു, അവയെ നാം എന്ത് ചെയ്തു? പിളർത്തി കളഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നോക്ക്, വജഅൽനാ മിനൽ മാഇ കുല്ലി ശൈഇൻ ഹയ്യിൻ, ജീവനുള്ളവയൊക്കെ തന്നെ നാം വെള്ളത്തിൽ നിന്നാണ് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ജീവകളും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അഫലാ യുഅ്മിനൂൻ, എന്നിട്ട് നിങ്ങൾ എന്തേ വിശ്വസിക്കാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ. ചൊവ്വയിൽ മനുഷ്യൻ പോയിട്ട് അന്വേഷിച്ചത് എന്താ? അവിടെ മനുഷ്യന്മാരുണ്ടെന്നല്ല, അവിടെ വെള്ളമുണ്ടോ. എന്താ കാരണം? വെള്ളമുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകും, വെള്ളമുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകും. അതുകൊണ്ടാണ് വെള്ളം അന്വേഷിച്ചത് ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ. അപ്പം വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, ജീവൻ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ 30-ാമത്തെ സൂറത്ത് 30-ാമത്തെ ജുസ് തുടങ്ങുന്ന അമ്മയതസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് അമ്മയിൽ അല്ലാഹ് പറയാണ്, നബഇല് എന്താണ്? നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് കുത്തിയൊലിക്കുന്ന വെള്ളം നാം നൽകി. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ആലോചിക്കണ്ടി, ആ വെള്ളം മുഖേനയാണ് ഭൂമിയിൽ സസ്യങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ തന്നെ അവന് തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി. വെള്ളമാണ് അതിനാവശ്യം, വെള്ളമാണ്. വാഴത്തോട്ടങ്ങളൊക്കെ ഉള്ള ആളുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വേനൽക്കാലം തുടങ്ങി കുറച്ചായപ്പോഴേക്ക് തന്നെ ഇപ്പൊ തന്നെ അവയൊക്കെ തന്നെ ഒടിഞ്ഞു പോകുന്നു. എന്തേ കാരണം? ഈ സസ്യങ്ങൾക്ക്, ഈ വാഴകൾക്കൊന്നും തന്നെ വെള്ളം കിട്ടുന്നില്ല. വെള്ളം കൊടുക്കാൻ അവിടെ കുളത്തിലോ കിണറിലോ വെള്ളമില്ല. അപ്പോ മോട്ടർ അടിക്കാൻ വയ്യ, വെള്ളം കിട്ടാതെ അവ ഉണങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അവ വാടി വീണു പോകുന്നു. അപ്പൊ ഇതൊക്കെ അതിലൂടെ, വെള്ളത്തിലൂടെയാണ് അവയെല്ലാം വളരുന്നത്. ഒരു ജനത, വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങള് അള്ളാഹു പിന്നെ ഒരു ജനത അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അള്ളാഹു അനുഗ്രഹമായിക്കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും, മഴ വർഷിപ്പിച്ചു തരും. വലൗ അന്ന അഹ്ലൽ ഖുറാ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. അത് പറയണേ, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു നാട്ടുകാർ. ഖറിയത്ത് എന്നതിന്റെ ജമ്മ് ബഹുവചനാണ്, ഖുറ ഗ്രാമക്കാർ. ഒരു നാട്ടുകാര് ആമനു, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. വത്തഖൂ, അവര് അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുമായി തീർന്നാൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, അവർക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നാം നമ്മുടെ അനുഗ്രഹങ്ങൾ പെയ്തു കൊടുക്കും. പിന്നെ എന്നാൽ വലാകിൻ കദ്ദബൂ, പക്ഷേ അവരും തന്നെ കളവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായാൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് നിമിത്തം അവരെ നാം പിടികൂടുന്നതാണ്. അപ്പൊ മഴ ലഭിക്കാതെ തടയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അതാ വിശുദ്ധ ഖുർആൻ അവിടെ ചോദിക്കുന്നത്. ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ഇടപെടുകയും മനുഷ്യരെ സഹായിക്കുകയും പാവങ്ങളോട് കരുണ കാണിക്കുകയും ആ അവശത അനുഭവിക്കുന്നവനെയും അബലനെയും വൃദ്ധനെയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളുള്ളവരെയും ഒക്കെ സഹായിക്കുകയും അങ്ങനെ പരസ്പരം സഹകരിച്ച് മനുഷ്യന്മാര് ജീവിച്ചാൽ പടച്ചോൻ നമ്മളോടും സഹകരിക്കും, നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കും. അങ്ങനെ വെള്ളം കിട്ടുക. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു ഗ്രാമക്കാർ, ഒരു നാട്ടുകാർ, അവര് വത്തഖൂ ആമനു, അവര് അള്ളാഹിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് വത്തഖൂ, തഖ്വയോടുകൂടി ജീവിച്ചു, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. എന്നാൽ ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കും ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്ത് നിന്നുള്ള അനുഗ്രഹങ്ങള്, ഭൂമിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങള് അവർക്ക് നാം തുറന്നു കൊടുക്കും.
ഇനി അവരെങ്ങാനും നിഷേധിക്കുകയോ കളവാക്കുകയോ ചെയ്യുന്നുവെങ്കിലോ വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവര് ആ കളവാക്കിയത് നിമിത്തം അവർ സമ്പാദിച്ചത് കൊണ്ട് തന്നെ അവരെ നാം പിടികൂടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മഴ കിട്ടാതെ പോകുന്നത്? ഇപ്പൊ മഴ പെയ്യാൻ സമയമൊന്നും ആയിട്ടില്ല നമുക്ക്, പക്ഷെ വരൾച്ച, വേനൽ കടുത്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് അതിന്റെ മുമ്പ് മഴ പെയ്യാതിരിക്കുകയോ വേനൽ മഴകളോ അല്ലെങ്കിൽ മഴയായിട്ടും മഴ പെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് കാരണം ഒന്ന് റസൂലുള്ളാ പറഞ്ഞു, ലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഅൽ ഖതറ മിനസ് സമാ. റസൂലുള്ളാ പറയാ, ലം യംനഉ സകാത്ത അംവാലിഹിം, ആരെങ്കിലും സകാത്തിന്റെ മുതൽ നൽകാതിരുന്നാൽ, ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായി, എന്നിട്ട് ആ സക്കാത്തിന്റെ മുതല് അവൻ അത് കൊടുക്കാതെ അവൻ അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ, ഇല്ലാ മുനിഉൽ ഖതറ മിനസ് സമാ, ആകാശത്തു നിന്നുള്ള മഴത്തുള്ളികൾ അവർക്ക് നാം തടയപ്പെടും. എന്നിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ, വലൗലൽ ബഹാഇമു ലം യുംതിറു, കന്നുകാലികളും പോലും കന്നുകാലികൾ ഇല്ലായിരുന്നെങ്കിൽ തീരെ മഴ പെയ്യുമായിരുന്നില്ല. അപ്പൊ നമ്മളെക്കാൾ വെച്ചോ അവരാണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ഉള്ളത് കൊണ്ടാണ്, ഇവിടെ നാൽക്കാലി വർഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത്, മനുഷ്യന്റെ മെച്ചം കൊണ്ടല്ല എന്നാണ് റസൂല പറയുന്നത്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഇതൊരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞത് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം സക്കാത്ത് തടയപ്പെടുക, സക്കാത്തിന്റെ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായിട്ടും അത് പൂർണ്ണമായി നൽകാതിരുന്നാൽ വരൾച്ച ഉണ്ടാകും, വേനൽ കടുക്കും, നേരത്തെ മഴ പെയ്യേണ്ട വേനൽ മഴ പോലും കിട്ടാതെയാകും, മഴ പെയ്യാനായാലും തന്നെ മഴ ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ വെള്ളം പറ്റിപ്പോകാനുള്ള കാരണങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂൻ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിൽ അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആകാശത്തെ കുറിച്ചൊക്കെ കുറെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ അല്ലാഹ് പറഞ്ഞിട്ട് പറയാണ്, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ഒരു തോതനുസരിച്ച് എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് നാം മഴ വർഷിപ്പിച്ചിരുന്നുണ്ട്. അല്ലെ, നമ്മൾ സാധാരണ പറയല് കഴിഞ്ഞ വർഷം കിട്ടിയ അത്ര മഴ ഈ വർഷം കിട്ടിയില്ല എന്നാ പറയുന്നത്. അല്ലാഹ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ തോതനുസരിച്ച് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയത്തും നിങ്ങൾക്ക് നാം മഴ വർഷിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹ് എന്നിട്ട് പറഞ്ഞെന്താ നിങ്ങൾക്ക്, ഫഅസ്കന്നാഹു ഫിൽ അർള്, അവയെ ഭൂമിയിൽ നിങ്ങൾ സംരക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി പോകാനുള്ള സംവിധാനങ്ങള്, സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതില്ല. ഇന്ന് വീടും നമ്മളെ ബിൽഡിങ്ങുകളും എല്ലാം ടെറസ്, എല്ലാം കോൺക്രീറ്റ് വൽക്കരിക്കപ്പെട്ടു, മുറ്റം കോൺക്രീറ്റ് ഇട്ടു, ഡ്രൈനേജ് കോൺക്രീറ്റ് ഇട്ടു. ഈ പെയ്യുന്ന മഴ നമ്മളെ വീട്ടിന്റെ മുകളിൽ വീണ് നേരെ താഴോട്ട് ഒലിച്ച്, മുറ്റത്തുനിന്ന് ഒലിച്ച് അത് നേരെ ഡ്രൈനേജിൽ പോയി നേരെ കടലിലേക്ക് എത്തുന്നു. വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു കിണറിലേക്ക് ഒരു തുള്ളി വെള്ളം താഴ്ന്നു പോകുന്നില്ല. അല്ലാഹ് പറഞ്ഞെന്താ, നിങ്ങളത് സംരക്ഷിച്ചു വെക്കണം. ഭൂമിയിൽ നിങ്ങൾ അതിന് സംവിധാനം ഉണ്ടാക്കണം. അതില്ലാത്തതുകൊണ്ടാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മുടെ സൗകര്യവും നമ്മുടെ ഫാഷനുകളും അതുപോലുള്ള സംഗതികൾക്കും വേണ്ടിയിട്ട് മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ മഴ നിൽക്കേണ്ടുന്ന സ്ഥലത്ത് ഭൂമിയിൽ അത് ആഴ്ന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള കിണറിൽ വേനൽ തുടങ്ങുമ്പോഴേക്ക് കിണറിൽ വെള്ളം വറ്റിപ്പോകുന്നു, കുളങ്ങൾ വറ്റുന്നു, ഒരു ഭൂമിയിലും വെള്ളം താഴ്ന്നു പോകുന്നില്ല. അല്ലാഹ് പറഞ്ഞ സംരക്ഷിച്ചു വെക്കണം എന്നാ. അവ നഷ്ടപ്പെട്ടു പോയാൽ കൊണ്ടുവന്ന് തരാൻ കഴിവുള്ളവൻ ആരുമില്ല കേട്ടോ. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞുതരാ. അപ്പൊ ഇത് നമ്മൾ ആലോചിക്കണം, വെള്ളം ഒരിക്കലും തന്നെ പാഴാക്കരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ കുളിക്കുമ്പോഴും നമ്മൾ അലക്കുമ്പോഴും വുളു എടുക്കുമ്പോൾ പോലും, നമ്മളെ വുളു എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിൽ എവിടുന്നാണെങ്കിൽ വുളു എടുക്കുമ്പോഴൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, കാല് കല്ലിൽ വെച്ച് വരച്ച് വൃത്തിയാക്കണം, നല്ലതാ വൃത്തിയാക്കണേ, പക്ഷെ ടാപ്പ് തുറന്നിട്ട് കണ്ട് വരക്കണ്ടല്ലോ, അത് അടച്ചു വെച്ച് കണ്ട് വരക്കാലോ, അത്രയും വെള്ളം നഷ്ടപ്പെടാതെ പോകും. ഒരാൾ ഒതു എടുക്കുമ്പോഴേക്ക് 2-3 ആൾ ഒതുടുക്കുന്ന വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ചില രീതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലേശ വസ്വാസുകള് പല ആളുകൾക്കും ഉണ്ട്. അതൊന്നും ഒഴിവാക്കിയാൽ അവിടെ കുറെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ കുളിക്കുന്ന കാര്യത്തിൽ, അലക്കുന്ന കാര്യത്തിൽ
അവിടെയൊക്കെ തന്നെ നമ്മളെ ഒന്ന് ശ്രദ്ധ ഒലിപ്പിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളത്തെ പിടിച്ചു വെക്കാൻ നമ്മൾക്ക് സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാൻ സാധിക്കും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ വഹുവ യതവല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു വുദു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലങ്ങനെ നടന്നുപോയി. മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ, സഅദിന്റെ അടുത്ത് കൂടെ നടന്നുപോയി. വഹുവ യതവല്ലഹു, അദ്ദേഹം വുദു എടുത്തുകൊണ്ടിരിക്കുക. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിനോട് ചോദിച്ചു, മാ ഹാദ സർഫു യാ സഅദ്, സഅദ് എന്തൊരു ദുർവ്യയമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊരു ദുർവ്യയമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖാല, അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് ചോദിച്ചു, അഫിൽ വുദുഇ സർഫുൻ, വുദു എടുക്കലിലുണ്ടോ റസൂലേ അമിത വ്യയം, അതിലുണ്ടോ ദൂർത്ത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഖാല, റസൂൽ പറയാ, നഅം വ ഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഉണ്ട്, അതിലുണ്ട് ദൂർത്ത്. നീ ഒഴുകുന്ന ഒരു പുഴയിൽ വെച്ചാണ് വുദു എടുക്കുന്നതെങ്കിലും അമിതമാക്കാൻ പാടില്ല. പുഴയിൽ എത്രങ്ങാനും വെള്ളം ഉണ്ടാകും, അത് എഴുതിയിട്ട് ആ വെള്ളം കൊണ്ട് ധാരാളിത്തം കാണിക്കരുത്, അതിൽ അമിത വ്യയം ഉണ്ടാകരുത്. ഒഴുകുന്ന പുഴയിൽ വെച്ചാണ് നീ വുദു എടുക്കുന്നതെങ്കിൽ പോലും അത് നീ അതിൽ അമിതത്വം കാണിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. അത് നമുക്കും കൂടി ഉള്ളതാ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്താൻ. വെള്ളം എന്ന് പറയുന്നത് അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഭക്ഷണം വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ, കുടിച്ചു കഴിഞ്ഞാൽ അതിന് അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം എന്ന് പറയുന്നത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആലോചിച്ചോക്കണ്ടി, ആ പ്രാർത്ഥനന്റെ ഒക്കെ അർത്ഥം എത്രമാത്രം വിപുലമാണ് നിങ്ങൾക്കറിയോ? അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. പടച്ചോനെ, ഈ വെള്ളം എന്നെ ആസ്വദിപ്പിച്ച് കുടിപ്പിച്ച, ഈ ഭക്ഷണം എന്നെ ആസ്വദിപ്പിച്ച് തിന്നാൻ സഹായിച്ച, അങ്ങനെ കഴിയാത്ത എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്. തൊണ്ടയിലോ അല്ലെങ്കിൽ വയറിനൊക്കെ ഒരു പൈപ്പ് ഇട്ടിട്ട്, ഹോൾസ് ഇട്ടിട്ട്, പൈപ്പ് ഇട്ട് അതിലൂടെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറുത് മാത്രം കൊടുത്ത് ജീവിതം നിലനിർത്തുന്ന മനുഷ്യന്മാർക്ക് ഓൽക്കൊന്നും രുചി അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന അങ്ങനെയാണ്. വെള്ളം കുടിക്കുമ്പോ വെള്ളം രുചി അറിഞ്ഞു കുടിച്ചു. നല്ല വെയിലത്തു നിന്നൊക്കെ ഒന്ന് വെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോ അതിന്റെ രുചി എത്രയാ. അപ്പം വിശക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയാൽ അതിന്റെ രുചി. അപ്പൊ ഈ ഒരു രീതിയിൽ അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ അത്അമനാ വസഖാന, ഞങ്ങളെ തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു. വജഅലനാ മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തിയവനായ അള്ളാഹുവേ നിനക്കാകുന്നു നന്ദി എന്ന് പറയാൻ, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾക്ക് സമയം കിട്ടണം. നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന്റെ മെഗ പറഞ്ഞു പോരുന്നതിന് മുമ്പ് ഇത് പറയാം. അപ്പൊ ഈ രീതിയിലൊക്കെ ആകെ വെള്ളത്തെക്കുറിച്ചും അതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും കൂടുതൽ നമ്മൾ പഠിക്കുക. ജീവിതത്തിൽ വെള്ളം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് അള്ളാഹു നമ്മളോട് പറഞ്ഞ എല്ലാ വസ്തുക്കളെയും. അതുകൊണ്ടാണ് അള്ളാഹു വെള്ളവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വരെ പറയാൻ കാരണം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നന്ദി കാണിക്കുന്നവരായി കൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ.